റൂട്ട്സ് ഓഫ് ഗ്രാമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ V3 വെർബിൻ്റെ തേർഡ് ഫോം. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത് ഇപ്പോൾ പൂർത്തിയായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്, അതുപോലെ ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്, ദേ ഹാവ് ഗിവൺ മീ എ ഗിഫ്റ്റ്. അപ്പോൾ ഇതിലെല്ലാം ഹാവ് ഹാസും വന്നിട്ടുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും വന്നിട്ടുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറഞ്ഞു V3 ആണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ പിന്നീട് കുറച്ച് V1ഉം V2ഉം V3യും നമുക്ക് പഠിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ഹാവ് സീൻ ദി നയാഗ്ര വാട്ടർഫാൾസ്. ഈ സെൻറ്റൻസിൽ നയാഗ്ര വാട്ടർഫാൾസ് നേരത്തെ കണ്ടിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ആ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുക. എങ്ങനെ അതിൻ്റെ ആ ബ്യൂട്ടി ഇപ്പോഴും മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആണ് അവിടെയും പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഹാവും ഹാസും ഒക്കെ ഉപയോഗിക്കുന്നത് അറിയാമെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഐ യു ഇതിൻ്റെ കൂടെ ഹാവ് വരുന്നു. ഹീ ഷീ ഇറ്റ് ഇതൊക്കെ സിംഗുലർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഹാസ് വരും. പിന്നെ ബി ദയ്യ് മറ്റ് പ്ലൂറൽ സബ്ജക്റ്റുകൾ അതിൻ്റെ കൂടെയെല്ലാം ഹാവ് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. അടുത്ത ടെൻസാണ്, അതായത് പ്രസൻറ്റ് ടെൻസിലെ 4ാമത്തെ ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബീനും വരുന്നുണ്ട്, വെർബിൻ്റെ ING ഫോമും വരുന്നുണ്ട്. ഈ ടെൻസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് പാസ്റ്റിൽ തുടങ്ങി, ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴും ആ പ്രവൃത്തി തുടരുന്നുവെങ്കിൽ അതിനെ സൂചിപ്പിക്കാനാണ് മിക്കവാറും ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഹീ ഹാസ് ബീൻ റീഡിങ് സിൻസ് 10 o'clock. അതായത് അവന് 10 മണി മുതൽ വായിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അവന് ആ വായന തുടരുകയാണ്. അപ്പം നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടരുകയാണ് വായന. അപ്പോൾ ആ പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ വി ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 3 hours. 3 മണിക്കൂറായിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും തുടരുന്നു. അതല്ല 3 മണിക്കൂറായിട്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞാലും ആ നേരത്തെ തുടങ്ങിയത് ഇപ്പോഴും തുടരുന്ന ഇതിനെയാണ്, ആ ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ടൈം സൂചകമായിട്ട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതായത് സിൻസ്, ഫോർ, ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, റീസെൻ്റ്ലി ഇതെല്ലാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അപ്പോൾ നമ്മൾ 4 പ്രസൻറ്റിൽ ടെൻസിൽ വരുന്ന 4 ടെൻസുകൾ നമ്മൾ അതിൻ്റെ ഡിവിഷൻ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച്, അതായത് V1 V3 V2 V3 അതിൻ്റെ ആ വേഴ്സ് കുറച്ച് ഞാൻ പറയാം. ഒന്നാമത്തത് സി, അത് V1 ആണ്. സോ V2, സീൻ V3, അങ്ങനെ ഓരോന്നും. റൺ, റാൻ, റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. റൈസ്, റോസ്, റൈസൺ. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഗീവ്, ഗേവ്, ഗിവൺ. അപ്പോൾ ഈ രീതിയിലുള്ള വാക്കുകൾ നമ്മൾ കുറച്ച് പഠിച്ചു വെക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.